നമസ്കാരം. അങ്ങനെ ഒടുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് കാരണഭൂതന് യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെ. CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധിയൊക്കെ ഇളവ് കിട്ടുക മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രം, അത് നമ്മളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ്. പ്രായപരിധി കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും തന്നെ ഒഴിവാക്കുകയും ചെയ്യും. EP ജയരാജൻ അടക്കം പദവികൾ പോകുന്ന സ്ഥിതിവിശേഷമാണ്. അടിമുടി പുതിയ നേതൃത്വ നിര തന്നെ CPM-നുണ്ടാകും. അതായത് രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിലേറിയതുപോലെ തന്നെ തല അവിടെ ഇരിക്കുകയും ബാക്കി എല്ലാവരെയും ആട്ടിപ്പായിക്കുകയും ചെയ്യും. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായിട്ട് തുടരുകയും ചെയ്യും. കാരണം ഗോവിന്ദന് റാൻ മൂളി ആയതുകൊണ്ട് തന്നെ ഗോവിന്ദനെ മാറ്റണമെന്ന ചിന്ത ഇപ്പോൾ നിലവിൽ പിണറായിക്കില്ല. പിണറായിക്ക് ഇളവ് നൽകണമെന്ന നിർദ്ദേശം സെക്രട്ടറി തന്നെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇനി വരുന്നത്. അതായത് പിണറായി മാറിയിട്ടുണ്ടെങ്കിൽ ഭരണം മാറുമെന്ന ആശങ്ക വല്ലാതെ CPM-നുണ്ട്. അതായത് ഉയർത്തിക്കാണിക്കാൻ മറ്റൊരു നേതാവ് CPM-ൽ ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇതിലൂടെ. ഈ സാഹചര്യത്തിലാണ് പിണറായിയെ തുടരാൻ അനുവദിക്കുന്നതും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിണറായി ധർമ്മടത്ത് തന്നെ മത്സരിക്കുകയാണ് ചെയ്യുക. ഔദ്യോഗിക തീരുമാനം CPM കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ പോലും പാർട്ടി പദവികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ വയസ്സിളവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പാർട്ടി പദവികളിൽ തുടരുന്നതിന് CPM നിശ്ചയിച്ച പ്രായപരിധി 75 ആണ്. 24-ാം പാർട്ടി കോൺഗ്രസിൽ പിണറായിക്ക് മാത്രമാണ് ഇളവുണ്ടാവുക. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായിയെ ഉൾപ്പെടുത്തും. ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് സ്വാധീനിക്കില്ല. കാരണം കേന്ദ്ര നേതൃത്വം എന്നൊരു നേതൃത്വമില്ലല്ലോ. യെച്ചൂരിക്ക് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇടതുമുന്നണിയെ നയിക്കാൻ നിലവിൽ പിണറായി അല്ലാതെ മറ്റാരെയും എടുത്ത് കാണിക്കാനുമില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രിയും നിഷേധിച്ചിട്ടില്ല. ഇതിനു മുൻപൊരു വാർത്തയിൽ നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഇപ്പോഴുള്ള ഈ കാണിച്ചു കൂട്ടലുകളെല്ലാം തന്നെ പിണറായിക്ക് കൊടുക്കുന്ന ബൂസ്റ്റപ്പാണ്. അതായത് പിണറായി തന്നെ തലപ്പത്ത് വരണമെന്ന് കരുതി പിണറായിയും പിണറായി സംഘവും കോപ്പുകൂട്ടിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി തന്നെ വരാൻ പോകുന്നത്. മാത്രമല്ല CPM-ന് ഇപ്പോൾ എടുത്തു കാണിക്കാൻ മറ്റൊരു നേതാവുമില്ല. എല്ലാവരെയും പിണറായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പിണറായിക്ക് മാത്രമാണ് എല്ലാവരെയും ഒരു വിരൽ തുമ്പിൽ എല്ലാവരെയും നിർത്താനുള്ള, അതായത് ഒരു പിൻ പോയിന്റിൽ നിർത്താനുള്ള, അടക്കി ഭരിക്കാനുള്ള ഒരു കഴിവുള്ളത്. മറ്റൊരു നേതാവ് വന്നിട്ടുണ്ടെങ്കിൽ CPM ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല, പാടെ പിളർന്ന് തരിപ്പണമായി പോകും. ഇപ്പോൾ തന്നെ CPM-ൽ പലതരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ അടക്കമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും മുൻപ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മത്സരിക്കണമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നാണ് പ്രതികരിച്ചത്. ഭരണ തുടർച്ച നേടുന്ന ഇടത് സർക്കാരിന്റെ നയം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ രേഖ അവതരിപ്പിക്കും. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയനാണ് അവതരിപ്പിക്കുക. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അവതരിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതടക്കമുള്ള തിരുത്തൽ നയപ്രഖ്യാപനം ഇതിലാണ് ഉണ്ടായത്. സമാനമായ വികസന കാഴ്ചപ്പാടുകൾ പുതിയ രേഖയിലും കാണും. 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും നീക്കും. ഇതിനൊപ്പം 74 വയസ്സ് പിന്നിട്ടവരെയും മാറ്റുന്നത് കൂടി പരിഗണനയിലുണ്ട്. അടിമുടി യുവ നേതൃത്വം CPM-ന് നൽകുകയാണ്. ആ യുവ നേതൃത്വം എന്നുള്ളതിൽ ഏറ്റവും യുവാവായി നിൽക്കുന്നയാളാണ് പിണറായി വിജയൻ. ഇതിലുപരി പാർട്ടിയിൽ പിണറായി വിജയന്റെ നേതൃത്വം കൊല്ലത്ത് അരക്കിട്ട് വീണ്ടും ഉറപ്പിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയായി എത്തിയ ശേഷം CPM-ലെ ഒന്നാം പേരുകാരനായി മാറിയ പിണറായിക്ക് ഇന്നും
പാർട്ടിയിൽ പകരക്കാരനില്ല എന്നത് തന്നെയാണ് വസ്തുത. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സംഘാടക സമിതിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ അടക്കം വയ്ക്കുന്നതിലെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. ശുചിത്വ ബോധവൽക്കരണവുമായി പ്രവർത്തകർ എല്ലാ വീടുകളിലും സന്ദർശിക്കും. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഓരോ വീട്ടിലും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും അധികം വേണ്ടത്. പരിസ്ഥിതി സംരക്ഷണം നല്ലത് തന്നെ. എന്തായാലും പരിസ്ഥിതി അനുകൂല സമ്മേളനം എന്ന സന്ദേശം നൽകാനാണ് CPM ഇതുവഴി ശ്രമിക്കുന്നത്. ജില്ലാ സമ്മേളനമൊക്കെ സമാപിച്ചപ്പോൾ 8ഇടത്ത് നിലവിലുള്ള സെക്രട്ടറിമാർ തന്നെയാണ് തുടർന്നിട്ടുള്ളതും. ഇതെല്ലാം പിണറായിയുടെ വാലേ തൂങ്ങികളാണ് എന്നത് മറ്റൊരു കാര്യം. 6 ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമിതിയിൽ ഇല്ലാത്ത ജില്ലാ സെക്രട്ടറിമാരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത്. 38,426 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും 210 ഏരിയ സമ്മേളനങ്ങളും 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വാക്കത്തണിൽ കുടുംബശ്രീ CDS അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കണമെന്നും പങ്കെടുക്കാത്തവർ കാരണം ബോധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോഴേ വിവാദമായി കഴിഞ്ഞു. കോർപ്പറേഷനാണ് പരിപാടി നടത്തുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് കുടുംബശ്രീയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തി ഈ സന്ദേശം നൽകിയത്. യൂണിഫോം ഉണ്ടെന്നും പങ്കാളിത്തം കുറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തനിക്കാണ് വഴക്ക് കിട്ടുന്നതെന്ന് കൂടി സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന സന്ദേശം എല്ലാവർക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരെ പാർട്ടി പരിപാടികൾക്ക് ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കുന്നതിനെതിരെ വിമർശനം പലതവണ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം സന്ദേശങ്ങൾ ആരും ഇടരുത് എന്ന നിർദ്ദേശം എല്ലാവർക്കും നേതൃത്വം നൽകിയിട്ടുള്ളത്. നന്ദി.